പോലീസേ സൂപ്പറാണോ? സൂപ്പറാണോ ഉടുപ്പ്? ഹായ് ഡിയേഴ്സ്, ഈ സെറ്റ് സാരി ഉപയോഗിച്ച് കുഞ്ഞുവാവിക്കൊരു ഉടുപ്പ് തയ്ച്ചാലോ? അതും നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തയ്യൽ മെഷീൻ ഇല്ലാതെ തന്നെ കേട്ടോ തയ്ക്കുന്നത്. ഈ ഉടുപ്പിൻ്റെ ലൈനിങ്ങിനായി ഒരു വെള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് സമയമൊക്കെ എടുത്ത് പതുക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. മെഷീനിൽ ചെയ്ത അതേ സ്റ്റിച്ച് പോലെ തന്നെ. ആദ്യം തന്നെ ഞാൻ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്ന തുണിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ഈ അളവെടുക്കുന്ന വീഡിയോയും അങ്ങനത്തെ ഒന്നും ഞാനിതിൽ വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോയൊക്കെ കാണണമെങ്കിലും മറ്റുള്ള യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ലൈനിങ് തുണിയിൽ മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മെയിൻ തുണി എടുത്ത് 4 മടക്കി ഈ മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണി അതിന് മേലെ വെച്ച് അതിൻ്റെ അളവ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിൽ. പിന്നെ ഈ സാരി ഒരു ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഞാൻ ബട്ടർ പേപ്പറിൽ നേരത്തെ ഒരു ഡിസൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യെല്ലോ കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഞാൻ ട്രേസ് ചെയ്തെടുത്ത ഡിസൈൻ. പിന്നെ ഫ്ലവേഴ്സിനൊക്കെ ഏത് കളർ കൊടുക്കും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ഞാൻ 2 കളർ ചൂസ് ചെയ്തു ഫ്ലവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു ബോക്സ് ആരി ഫ്രെയിമില്ലേ, അതിലാണ് ഞാൻ ക്ലോത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് കേട്ടോ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഫ്ലവറിൽ ഞാൻ ബ്ലൂ കളർ കൊണ്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഫ്ലവേഴ്സിന് ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്തത്. ആ ഹാൻഡ് എംബ്രോയ്ഡറി എല്ലാം ഫിനിഷ് ആയതിനു ശേഷം ചെസ്റ്റ് പോർഷൻ മുഴുവൻ ക്രോസ് ആയിട്ട് ലൈൻ വരച്ചതിന് ശേഷം അവിടെ ഞാൻ ആരി വർക്ക് ആട്ടോ ചെയ്തെടുത്തത്. സീക്വൻസ് വെച്ച് അതിൻ്റെ മേലൊരു ബീഡ്സ് വെച്ചിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്ക് പോർഷനും ചെസ്റ്റ് പോർഷനും സെപ്പറേറ്റ് ആക്കി എടുത്തു. ഷോൾഡർ ഭാഗത്ത് കെട്ടിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഫാൻസി റിബൺ ആട്ടോ എടുത്തിരിക്കുന്നത്. ഫാൻസി റിബൺ അല്ലെങ്കിൽ സാറ്റിൻ റിബൺ എന്നും പറയും. ഈ സാറ്റിൻ റിബണിൻ്റെ നല്ല ഭാഗത്ത് ഇങ്ങനെ നല്ല മിനുസായിരിക്കും. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു പരിപരിപ്പ് പോലെയുണ്ട്. തുണിയുടെ നല്ല ഭാഗത്തോട് റിബണിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് നമ്മൾ സാധാരണ സൂചിയും നൂലും വെച്ചിട്ട് തുന്നിയെടുക്കില്ലേ, അതുപോലെ തുന്നിയെടുക്കുക. റിബണിൻ്റെ അറ്റത്ത് ഒന്ന് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ്. ലൈറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഴുകുതിരി ഉപയോഗിച്ച് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ നൂല്, ഈ റിബണിൻ്റെ നൂല് പെട്ടെന്ന് വിട്ട് വരുന്ന ടൈപ്പാണ്. അങ്ങനെ 2 ഷോൾഡറിലും ഇങ്ങനെ റിബൺ വെച്ചിട്ട് തുന്നിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണി എടുത്ത് തുന്നിയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. കുഞ്ഞു വാവയായതുകൊണ്ട് അവർക്ക് ഈ നല്ല തുണിയുടെ ഈ തുണിയുടെ അറ്റം കൊണ്ടിട്ട് ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഷോൾഡർ ആട്ടോ ഞാൻ തുന്നുന്നത്. അതിങ്ങനെ ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറിയതായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. മെഷീനിൽ സ്റ്റിച്ച് കണ്ടിട്ടില്ല, എല്ലാം ചെറിയ വലിപ്പത്തിലല്ലേ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. പരമാവധി ഒരേ അകലത്തിൽ ചെയ്യണം. ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് റണ്ണിങ് സ്റ്റിച്ച് ആദ്യം മേലേന്ന് എടുത്തെങ്കിൽ രണ്ടാമത് എടുക്കുമ്പോൾ അടിയിലൂടെ എടുത്തിട്ട് അത് ഫില്ല് ചെയ്തെടുക്കുക. എന്നാലാണ് മെഷീന് തുന്നിയ പോലെ കറക്റ്റായിട്ട് വരിക. നമ്മൾ സാധാരണ സൂചിയിൽ നൂല് കുറക്കുമ്പം 2 ഇഴ വെച്ചിട്ടല്ലേ കെട്ടിടുക. ഞാനിവിടെ എംബ്രോയ്ഡറിക്കൊക്കെ ചെയ്യുന്നത് പോലെ 1 ഇഴയില കേട്ടോ ചെയ്യുന്നത്. ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതായത് നൂല് ലൂസായി പോകാതിരിക്കാനായിട്ടോ കെട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മറ്റേ ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ തുണിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൊട്ട് സൂചിയൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ.
ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, മെഷീനിലങ്ങ് സ്റ്റിച്ച് ചെയ്താൽ പോരെ എന്ന്. നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഡ്രസ്സ് ഇടാൻ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവർക്ക് മെഷീൻ കാണത്തില്ല. പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലോ പൈസയും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത റണ്ണിങ് സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ് അടുത്ത റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ മൊട്ട് സൂചി എടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ, തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിബൺ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം ആ റിബണ് പുറത്തേക്ക് ഇടേണ്ടതാണ്. അപ്പം റിബണിൽ ചേർക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. നേരത്തെ കാണിച്ചതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ ഗ്യാപ്പിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു. അതിന് ശേഷം അത് ഫില്ല് ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അടുത്ത റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങുകയാണ്. അടുത്ത റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന അവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ നൂലിങ്ങനെ വലിഞ്ഞ് പോകും. ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വേണം അടുത്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഇത് മറിച്ചെടുക്കുകയാണ്. ഈ കാണുന്ന പോലെ തന്നെ മറിച്ചെടുക്കുക. ആ റിബണി പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. മറിച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ മറിച്ചെടുക്കാൻ പറ്റും റിബണി പിടിച്ച് വലിക്കുമ്പോൾ. ഇതുപോലെ മറിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്താൽ കുറച്ചുകൂടി നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ അതുപോലെ തന്നെ ബാക്ക് പോർഷനൊക്കെ ചെയ്തു. ഇനി ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ ഈ കണ്ടില്ലേ, ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിൽ നീറ്റായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാനത് മറിച്ചിട്ടു. അതിന് ശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്യാം. അതിന് വേണ്ടി നല്ല തുണിയും ലൈനിങ്ങും വെച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുത്ത് കൈ കൊണ്ട് തന്നെ, അതായത് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ തുന്നിയെടുക്കുക. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് പോർഷനും ബാക്ക് ഭാഗത്തെ സ്കേർട്ട് പോർഷനും ഇതുപോലെ തന്നെ തുന്നിയെടുത്തു. ഇനി നമുക്കതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് തന്നെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇത് തുണി തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തത്. അങ്ങനെ പ്ലീറ്റ്സ് എത്രത്തോളം വേണമെന്നുള്ള മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇടാൻ തുടങ്ങി. ഓരോ പ്ലീറ്റ്സും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊട്ട് സൂചി ഉപയോഗിച്ചു കേട്ടോ. അങ്ങനെ പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഫ്രണ്ടിലെ സ്കേർട്ടിൻ്റെ ഭാഗവും ബാക്കിലെ സ്കേർട്ടിൻ്റെ ഭാഗവും ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് മൊട്ട് സൂചി വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ പ്ലീറ്റ്സിൻ്റെ ആ ഭാഗം ഞാനിങ്ങനെ തുന്നിയെടുക്കുകയാണ്. ആ ജോയിൻ ചെയ്തില്ല, ചെസ്റ്റ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തില്ല. ആ പ്ലീറ്റ്സ് വെച്ചത് മാത്രം ഞാൻ തുന്നിയെടുക്കുകയാണ്. ഇതുപോലെ തുന്നിയെടുത്തു കേട്ടോ. ഫ്രണ്ട് ഭാഗവും ഇതുപോലെ തുന്നിയെടുത്തു, ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ തുന്നിയെടുത്തു. അതിന് ശേഷം ഇതുപോലെ ചെസ്റ്റിൻ്റെ പോർഷനും സ്കേർട്ടിൻ്റെ പോർഷനും ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് തുന്നിയെടുക്കുക. രണ്ട് ഭാഗവും കറക്റ്റായി വെച്ചിട്ട് തന്നെ ചെയ്യണേ. അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും നല്ല വശങ്ങൾ യോജിപ്പിച്ച് വെച്ചിട്ട് സൈഡിൽ തുന്നി ചേർത്ത് കൊടുക്കുക. മെഷർമെൻ്റ് എല്ലാം കറക്റ്റായി എടുത്തിട്ട് വേണം കേട്ടോ തയ്ക്കാൻ വേണ്ടി. തുണി തെന്നി മാറാതിരിക്കാൻ മൊട്ട് സൂചി വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് തുന്നാം കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്.
താഴത്തെ പോർഷനിൽ ആ കരഭാഗം ഞാൻ അങ്ങനെ തന്നെ ഫ്രീ ആയി വിടുകയാണ് ചെയ്തത്. അവിടെ തുന്നൊന്നും ചെയ്തിട്ടില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.